ബിൽഡിങ്ങിൻ്റെ നോർത്ത് ഭാഗം എന്ന് പറയുന്ന കരിയറിൻ്റെ ഏരിയയാണ്. അവിടെ എപ്പോഴും ഒരു ചലിക്കുന്ന ജലധാര ഉണ്ടെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരുപാട് വലിയ അഭിവൃദ്ധികൾക്ക് സാധ്യത ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഈസ്റ്റ് ഭാഗം നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്ടിവേഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾക്ക് സാധ്യതയുണ്ട്. വീട് പണിയുമ്പോൾ ഒഴിവാക്കി കൂടാത്ത ചില ഫെങ്ഷുയി നിയമങ്ങൾ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിൽ 5 എണ്ണം ഓരോന്നോരോന്ന് പറയാം. ഒന്ന്, വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുക്കുക. ഈ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുക്കുമ്പോൾ പലർക്കും ഇത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത്, ആ സൈറ്റിൽ ഒരു ഫെങ്ഷി കൺസൾട്ടൻ്റ് ചെന്ന് അതിൻ്റെ കറക്റ്റ് ഫേസ് ആൻഡ് ഡിഗ്രി എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കാൻ പറ്റൂ. ഇത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് അതിന് അനുസരിച്ച് നമ്മൾ വീടിനെ ഡിസൈൻ ചെയ്യണം. മാത്രവുമല്ല അതനുസരിച്ചിട്ട് ആ 45 ഡിഗ്രിക്കകത്ത് ഈ പറയുന്ന ടോയ്ലറ്റോ മറ്റുള്ള കാര്യങ്ങളോ കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം. പക്ഷെ അത്രയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി ആ ഒരു കണക്കെടുത്ത് ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ വീട് പണിയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അതുമൂലം ഉണ്ടാവും. അപ്പോൾ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കണം. ഫസ്റ്റ് ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ ആ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് അതിൽ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 9th പീരീഡിൽ ഇപ്പോൾ ഈ വർഷം വയ്ക്കുന്ന ഒരു വീടാണെങ്കിൽ ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്, ഇത് നോർത്ത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഒരു കോമ്പിനേഷൻ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ 99 കോമ്പിനേഷൻ വരുന്നുണ്ട്, ഇവിടെ ഒരു 43 കോമ്പിനേഷൻ വരുന്നുണ്ട്. ഞാൻ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഇവിടെ ഒരു 15 കോമ്പിനേഷൻ വരുന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് കിഴക്കോട്ട് ദർശനത്തിലാണ് നിങ്ങൾ വീട് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ പ്രധാന ഫ്ലൈങ് സ്റ്റാർ നോക്കിയാണ് വീട് എൻട്രൻസ് വയ്ക്കുന്നതെങ്കിൽ ഇതിൽ നിങ്ങളുടെ പ്രധാന ഡോർ എവിടെ വരണം? ഈസ്റ്റിൽ വരണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സ്ഥലത്തും 3 എനർജികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എനർജി എന്ന് പറയുന്നത്, അതായത് ഈ 45 ഡിഗ്രിയിൽ നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? ഈ 45 ഡിഗ്രിയിലെ എനർജി കലഹമാണ്. എൻട്രൻസ് വന്നാൽ ഈ 45 ഡിഗ്രിയിലെ എനർജി എന്ന് പറയുന്നത് സമ്പത്താണ്. ഈ 45 ഡിഗ്രിയിലെ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് സ്വീകരിക്കും? സമ്പത്തിനെ സ്വീകരിക്കും. അപ്പം ഡോർ എവിടെ കൊണ്ടുവയ്ക്കും? ഈ 45 ഡിഗ്രിക്കകത്ത് ഡോർ വയ്ക്കും. അപ്പോൾ ഒന്ന് നമ്മൾ എന്ത് നോക്കണം? ഫ്ലൈങ് സ്റ്റാർ നോക്കണം. അടുത്തത് 2, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരു കുവാ നമ്പർ ഉണ്ടായിരിക്കും. ആ കുവാ നമ്പറുകാരന് 4 ലക്കി ഡയറക്ഷൻസ് ഉണ്ടായിരിക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ ലക്കി ഡയറക്ഷൻസിൽ ബെഡ്റൂമോ അല്ലെന്നുണ്ടെങ്കിൽ പ്രധാന ഡോറോ വരുന്നത് നല്ലതാണ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഇവിടെ കിട്ടിയ കുവാ നമ്പർ 8 ആണെന്ന് കരുതുക. 8 കുവാ നമ്പർ ഉള്ളവർക്ക് 4 ലക്കി ഡയറക്ഷൻസ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ഇത് 4മാണ് ഇവരുടെ ലക്കി ഡയറക്ഷൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 സ്ഥലങ്ങളിൽ ഇവർക്ക് ബെഡ്റൂം ആകാം, പ്രധാന വാതിലാകാം. അപ്പോൾ കിഴക്ക് ദർശനമുള്ള ഒരു വീടുകാരനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ ലക്കി ഡയറക്ഷൻ എവിടെ കിട്ടും? നോർത്ത് ഈസ്റ്റിൽ കിട്ടും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഡോറിൽ എവിടെ വെക്കണം? നോർത്ത് ഈസ്റ്റിൽ വെക്കണം. ബെഡ്റൂം, ഈ സൗത്ത് വെസ്റ്റിലെ ബെഡ്റൂമും ഇദ്ദേഹത്തിന് ഭാഗ്യമാണ്, വെസ്റ്റിലെ ബെഡ്റൂമും ഇദ്ദേഹത്തിന് ഭാഗ്യമാണ്, നോർത്ത് വെസ്റ്റിലെ ബെഡ്റൂമും ഭാഗ്യമാണ്. അപ്പോൾ ഇതിൽ ബെഡ്റൂമും പണിയാം. അപ്പോൾ അങ്ങനെ ലക്കി ഡയറക്ഷൻസ് നോക്കിയും നമുക്ക് വീട്ടിൽ റൂമുകളും വാതിലുകളും സെലക്ട് ചെയ്യാം. അടുത്തത് ഹെഡ് പൊസിഷൻ. ഇദ്ദേഹം കിടക്കുന്നതിനുള്ള ഒരു രീതി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വാസ്തുവിൽ നമ്മൾ പറയുന്നുണ്ട് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് തലവെച്ച് കിടക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, 2026 സംബന്ധിച്ചിടത്തോളം കുറച്ച് ദോഷകരമായിട്ടുള്ള വസ്തുതകൾ എല്ലാ വീടിൻ്റെയും സൗത്തിൽ വന്നിട്ടുണ്ട്. അവിടെ യെല്ലോ സ്റ്റാർ 5 ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം തെക്കോട്ട് നോക്കിയിരിക്കുന്നതോ അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടക്കുന്നതോ ഫെങ്ഷി പ്രകാരം ആരും തർക്കിക്കാൻ വരട്ട, ഫെങ്ഷി പ്രകാരം നല്ലതല്ല. ഫെങ്ഷിയുടെ ഒരു തിയറി മാത്രമാണ് പറഞ്ഞത്. കാര്യം എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത് പറഞ്ഞാൽ, നമ്മുടെ വാസ്തുവിൽ പറയുന്നുണ്ട് തെക്കോട്ട് തലവെച്ച് കിടക്കാം അല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കാം എന്ന് പറയുന്നുണ്ട്. ഫെങ്ഷുയിലും തെക്കോട്ട് തലവെച്ച് കിടക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വർഷം അത് അത്ര ബെറ്റർ അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ താല്പര്യമുള്ളവർക്ക് ഈ വർഷം അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെക്ക് വശം എന്ന് പറഞ്ഞ തല മാറ്റി കിടക്കുന്നത് നല്ലതാണ്. അടുത്തത്, അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ഹെഡിൻ്റെ പൊസിഷൻ. അപ്പോൾ നമുക്ക് വാസ്തുപ്രകാരം സൗത്ത് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഈസ്റ്റ് ആണ്. ഫെങ്ഷുയിലാണെങ്കിൽ ഓരോരുത്തരുടെയും കുവാ നമ്പർ അനുസരിച്ചിട്ട് അവരുടെ ഭാഗ്യ ദിക്കിൽ തലവെച്ച് കിടക്കാൻ പറയുന്നുണ്ട്.
അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇദ്ദേഹത്തിന് തലവെച്ച് കിടക്കാൻ പറ്റിയ ദിക്ക് ഏതാണ്? പടിഞ്ഞാറാണ്. അപ്പോൾ ഒരു ബെഡ് ഇടുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് കട്ടിലിട്ടിട്ട് പടിഞ്ഞാറോട്ട് തലവെച്ച് കിടക്കുന്നതാണ് ഇവർക്ക് നല്ലത്. അപ്പം അതിനെ അങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഹെഡ് പൊസിഷനുമായി. അതേ കണക്ക് തന്നെ ഇവർക്ക് ഓഫീസിലും മറ്റും നോക്കിയിരിക്കാനുള്ള ഡയറക്ഷനോ ഈ പറയപ്പെടുന്ന 4 ഡയറക്ഷനിൽ അങ്ങോട്ട് വേണമെങ്കിലും നോക്കിയിരിക്കാം. അതൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടും കൊണ്ടുവരുന്ന ഡയറക്ഷനാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഡയറക്ഷനിലോട്ട് തലവെച്ച് കിടക്കുകയോ നോക്കിയിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ മോശം ഫലങ്ങളായിരിക്കും ഇവർക്ക് കിട്ടുക. അടുത്തത് ഇവർക്ക് ഫംഗ്ഷൻ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫംഗ്ഷൻ പ്രകാരമുള്ള 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന് ഫ്ലൈങ് സ്റ്റാർ എടുക്കണമെന്ന് പറഞ്ഞു. ഒന്ന് അവരുടെ ലക്കി ഡയറക്ഷൻ നോക്കി ബെഡ്റൂമും എൻട്രൻസും സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 3 ഹെഡ് പൊസിഷൻ നോക്കണമെന്ന് പറഞ്ഞു. 4 എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ്. അവരുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഈസ്റ്റ് ഭാഗം ആക്ടിവേഷൻ ചെയ്യണം. എങ്ങനെ? നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗം ആക്ടിവേഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾക്ക് സാധ്യതയുണ്ട്. അതേപോലെ അടുത്ത 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നോർത്ത്. ഇപ്പം നമുക്ക് പുറം രാജ്യങ്ങളിലോട്ട് മലേഷ്യ, സിംഗപ്പൂരോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ ആയാലും ഹോട്ടലുകളുടെ ആയാലും നോർത്ത് ഭാഗത്ത് ഒരു വാട്ടർ ആക്ടിവേഷൻ ചെയ്താക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം എപ്പോഴും ഒരു ബിൽഡിങ്ങിൻ്റെ നോർത്ത് ഭാഗം എന്ന് പറയുന്ന അതിൻ്റെ കരിയറിൻ്റെ ഏരിയയാണ്. അവിടെ എപ്പോഴും ഒരു ചലിക്കുന്ന ജലധാര ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തൊഴിൽപരമായിട്ട് ഒരുപാട് വലിയ അഭിവൃദ്ധികൾക്ക് സാധ്യത ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫെങ്ഷു പ്രകാരം ഈ 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അടുത്ത ഫെങ്ഷുയുടെ ചില സിമ്പലുകൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അഭിവൃദ്ധി കൊണ്ടുവരാം, അല്ലെങ്കിൽ നേട്ടങ്ങൾ എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ദോഷങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു ഡ്രാഗൺ ടർട്ടിൽ നമുക്ക് വീടിൻ്റെ സ്വീകരണമുറിയുടെ നോർത്തിൽ വയ്ക്കാം. 2026 ആണെങ്കിൽ സെൻട്രൽ ഭാഗത്ത് വയ്ക്കാം. എന്തിനാണ്? തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വയ്ക്കാം. അതേപോലെ നമുക്ക് വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ ഒരു അരോന ഫിഷാണ്. അരോന ഫിഷ് നമുക്ക് നോർത്തിലോ സൗത്ത് ഈസ്റ്റ് കോർണറിലോ അതിൻ്റെ സ്റ്റാച്ചു വയ്ക്കാം. അടുത്തത് പേര്, പ്രസിദ്ധി, അംഗീകാരം, വിജയത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫീനിക്സ് ബേർഡിൻ്റെ സ്റ്റാച്ചു സൗത്തിൽ വയ്ക്കാം. ഇത് പുറത്തേക്ക് പറന്നു പോകുന്ന രീതിയിലല്ല, ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ വയ്ക്കാം. അതേപോലെ തന്നെ കണ്ണ് തട്ടാതിരിക്കാനായിട്ട് ഒരു ടർക്കിഷ് ബ്ലൂ ആയി മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെ നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ മെയിൻ ഡോറിന് സമീപത്ത് ഹാങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.